അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചേരുകയാണ്, CPIM നേതാവ്. അരുൺ, ഈ കാണുന്ന ചിത്രത്തിൽ ഇപ്പോൾ ഗൗരവ് കുമാറിൻ്റെ ഭാര്യ സുചിത്രയുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ കയ്യിൽ ഒരു നോട്ട് കെട്ടുകൾ 50-ൻ്റെയും 500-ൻ്റെയും നോട്ട് കെട്ടുകൾ വെക്കുന്നു. അതായത് ഇവർ തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്, വലിയ സ്വാതന്ത്ര്യമുണ്ട്. 7 കോടി രൂപയാണ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഗൗരവ് കുമാർ പറയുന്നത്. അതായത് നിയമസഭാ സീറ്റ് അത് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ മഹിളാ കോൺഗ്രസിൻ്റെ ഹരിയാന അധ്യക്ഷ സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും ലഭിക്കാതെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ചിത്രമടക്കം ഗൗരവ് കുമാർ പുറത്തുവിടുന്നത്. വലിയ ബന്ധം ഇവരൊക്കെ തമ്മിൽ ഉണ്ട്. ഈ പറയുന്ന പരാതിക്ക് വളരെ കൃത്യമായ അടിസ്ഥാനമുണ്ട്. നോട്ട് കെട്ടുമായി ഒരു നേതാവ് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ആ ഫോട്ടോ എടുക്കാൻ അനുവദിക്കണമെങ്കിൽ അത്രമാത്രം ബന്ധം ഉണ്ടാവില്ലേ? വലിയൊരു അഴിമതി നമുക്ക് കാണാൻ കഴിയുന്നില്ല അരുൺ. വളരെ ഗുരുതരമായിട്ടുള്ള വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുന്ന ജനാധിപത്യത്തിന്റെ തന്നെ ഒരു അന്തസ്സ് ഇടിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഈ വാർത്ത പൊതുസമൂഹത്തിലുണ്ട്. കൈരളി ചാനൽ തന്നെയാണ് ഈ വാർത്ത ഏറ്റവും ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ മറ്റു മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുക്കാൻ അന്ന് തയ്യാറായില്ല. പിന്നീട് മറ്റു മാധ്യമങ്ങളും അതിൽ പ്രാധാന്യത്തോടെ തന്നെ വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഗുരുതരമായ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പുവരുത്തുന്നതിന് കോടിക്കണക്കിന് രൂപ AICC നേതൃത്വം, പ്രത്യേകിച്ച് KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കൈപ്പറ്റി എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. ഇപ്പൊ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി പുറത്തുവിട്ടു, ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം പണം കൈമാറുന്നതും, ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ പണം കൈവശം വച്ചിരിക്കുന്നത് അടക്കമുള്ള ഫോട്ടോസ് വരെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ AICC നേതൃത്വം കൃത്യമായിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും എല്ലാം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്, മാറ്റി നിർത്താൻ തീരുമാനിച്ചത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. പല രൂപത്തിലും തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് തെന്നിമാറുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളോട് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, AICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇത്തരത്തിലൊരു ഫോട്ടോ നിൽക്കുമ്പോൾ കയ്യിൽ നോട്ടുകെട്ടുകൾ വച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് സീറ്റ് നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ആരോപണവും. ഇത്ര കോടി രൂപ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് സീറ്റ് തന്നില്ല, അതുപോലെ തന്നെ അവിടുത്തെ PCC പ്രസിഡന്റ് സ്ഥാനത്തിനുള്ള ഓഫർ ഉണ്ടായിരുന്നു, അത് തന്നില്ല, ഞങ്ങളെ മാറ്റി നിർത്തി, ആ പണം ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖയുണ്ട്, അതിന്റെ റിസീപ്റ്റും മറ്റു കാര്യങ്ങളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആധികാരികമായിട്ടുള്ള തെളിവുകൾ പരിശോധിച്ചിട്ടാണ് ഡൽഹിയിലെ കോടതി കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഇത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പച്ചയായ അഴിമതിയും കച്ചവടവും ജനാധിപത്യത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൽ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചേ പറ്റൂ. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ നേതൃത്വത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ നേതൃത്വത്തിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് AICC നേതൃത്വം ഇതിൽ പ്രതികരിക്കേണ്ടതാണ്. അരുൺ, എങ്ങനെയാണ് AICC നേതൃത്വം പ്രതികരിക്കുക? ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഏറ്റവും വിശ്വസ്തനായ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി, അവരുടെ പേരും പരാമർശിക്കപ്പെട്ടു, കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. പിന്നീട് ആരോട് പോയി പരാതി പറയാനാണ്? ഇപ്പോൾ 7 കോടി രൂപ ഇവർ കൊടുത്തിട്ട് ഇവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിലും കൂടുതൽ തുക കൊടുത്ത് ആർക്കോ ഇതെല്ലാം കിട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം? പൂർണ്ണമായും ഇപ്പൊ തൃശ്ശൂര് നമ്മളെല്ലാവരും മേയറാകുമെന്ന് വിചാരിച്ചിരുന്ന, മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ചിരുന്ന, നിരവധി തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു വനിത അവസാനം പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചില്ലേ, പണത്തിന്റെ തൂക്കക്കുറവ് കൊണ്ട് എനിക്ക് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു, ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ പണവും ചാക്കുമായിട്ട് കാറിൽ സഞ്ചരിച്ച് DCC പ്രസിഡന്റിനെ കണ്ടയാൾക്ക് മേയർ സ്ഥാനം കൊടുത്തു എന്നതുൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്പർ 10 ജനപതിൽ 2 തവണ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്, സ്വർണം കട്ടവനും അത് വാങ്ങിയവനും ഉരുക്കിയവനും എല്ലാം സോണിയാഗാന്ധിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. ആന്റണിയും അടൂർ പ്രകാശും അടക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിൽ വന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണം കട്ടത് ആരപ്പാന്ന. സ്വന്തം വീട്ടിൽ അമ്മയോട് പോയി ചോദിച്ചാൽ കൃത്യമായി അമ്മ പറഞ്ഞു കൊടുക്കും എന്താണ് കയ്യിൽ കെട്ടിത്തന്നത്,
അതുപോലെ തന്നെ തന്ന പൊതി എന്താണ്, ആ പൊതിക്കൊപ്പം താഴെ വച്ച കവറുകൾ എന്താണ് എന്നതിനെ കുറിച്ചല്ല. അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോ ഇന്നലെ തന്നെ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ചൂരൽമല മുണ്ടക്കയിൽ ഭൂമി വാങ്ങിച്ചതിന് 5 കോടി രൂപയായിന്ന്. ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞു 3 കോടി രൂപയായിന്ന്. 3 ദിവസം കൊണ്ട് 2 കോടി രൂപ അദ്ദേഹം തന്നെ വർദ്ധിപ്പിച്ചു. അതുപോലെ എല്ലാം സുരക്ഷിതമായി ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ തയ്യാറാകാതെ CPM-നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി തേടിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണവും അഴിമതിയും കച്ചവടവും പുറത്തു വരികയാണ്. അത് എത്ര പ്രതികരിക്കാതെ തെന്നി മാറിയാലും കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കൈരളി അടക്കം ഇതിലെടുത്ത ഒരു എഫേർട്ട് ഉണ്ട്. മറ്റു മാധ്യമങ്ങളടക്കം ഇത് വലിയ വാർത്തയാക്കി മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുള്ളത്. ഏതായാലും പണം നഷ്ടപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ പണം കൈവശം വെച്ചുകൊണ്ടുള്ള ഫോട്ടോ അടക്കം പുറത്തു വരുമ്പോൾ ക്രിമിനൽ നിയമപ്രകാരം ഏറ്റവും ആധികാരികമായിട്ടുള്ള തെളിവ് തന്നെയാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ടുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ പ്രതികളെ മാതൃകാപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്ന തരത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അരുൺ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു CPIM-ന്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ കയ്യിൽ ഇതുപോലെ ഏതെങ്കിലും ഇതിൻ്റെ പകുതിയെങ്കിലും ഒരു നോട്ടുമായി ഇതുപോലെയൊരു ചിത്രം വന്നിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ആ ഒരു പുകില് താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ തെലങ്കാനയിൽ നിന്ന് പരസ്യം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് കേരളത്തിലേക്ക്. തെലങ്കാനയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളുടെ 1-ാം പേജിൽ കൊടുക്കുന്നു, ദൃശ്യമാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നു. അതിൻ്റെ നന്ദി അവർ കാണിക്കുന്നുമുണ്ടായിരുന്നു. തീർച്ചയായും. ഇപ്പോ പ്രളയകാലത്ത് ഓട്ടോറിക്ഷയ്ക്ക് പച്ചക്കറിയും പലവ്യഞ്ജനവും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഓട്ടോ കൂലി കൊടുക്കാൻ 70 രൂപ പിരിച്ച ഓമനക്കുട്ടന്റെ പേരിൽ 7 ദിവസം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ചർച്ച നടത്തി CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെയും CPM-നെയും ആക്രമിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആ സാഹചര്യത്തിലാണ് വലിയ പ്രിവിലേജ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI പിരിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം, ആ പണത്തിന്റെ പലിശ എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമുയർത്തി. അപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി മുഴുവൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും വിവരങ്ങളും സ്വന്തം DYFIയുടെ പേജിലൂടെ പോസ്റ്റ് ചെയ്ത് മറുപടി കൊടുത്തു. ഇപ്പോൾ തന്നെ CPM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഈ നാട്ടിൽ രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും നടത്തുന്ന പണശേഖരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന മാധ്യമ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടു. നിമിഷങ്ങൾക്കകം അതിന്റെ ഫുൾ വിവരങ്ങളും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടു. അപ്പോ ഇങ്ങോട്ട് ചോദ്യങ്ങൾ CPM-നോട് LDF-നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായ മറുപടി, വ്യക്തമായ മറുപടി അപ്പോൾ തന്നെ കൊടുക്കുന്നു, അത് വ്യക്തമാക്കുകയാണ്. പക്ഷെ കോൺഗ്രസിനോട് മാത്രം ചോദിക്കാൻ പാടില്ല. കോൺഗ്രസ് പിരിച്ച പണത്തെക്കുറിച്ച് മാത്രം ഒന്നും ചോദിച്ചാൽ അത് വലിയ ഒരു അപരാധം എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു. മാധ്യമങ്ങളടക്കം വലിയ പ്രിവിലേജ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇത്തരത്തിലുള്ള വലിയ കൊള്ളയെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഓടി ഒളിക്കാൻ ഇവർ ശ്രമിച്ചാലും ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്ക് സ്ഥാനമില്ല എന്ന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഒരു ദിവസത്തിന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.